അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 1.5 കൊല്ലം, 2 കൊല്ലമായി 10 വരെ കണ്ടിട്ട് അല്ലേ? ഈ കാരണം കൊണ്ടാണോ നിങ്ങൾ ഗൾഫ് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്? അല്ല, ശമ്പളം കുറവായിരുന്നു. അല്ല, പിന്നെ ആ ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇദ്ദേഹം നിരന്തരം വിളിക്കുകയൊക്കെ ചെയ്യും? നിരന്തരം വിളിക്കും. എന്ന് വെച്ചാൽ അന്ന് എന്റെ അമ്മയുണ്ട്, അമ്മ മരിച്ചിട്ടില്ല. അപ്പൊ രാത്രി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ 9:30-ക്ക് ശേഷം എന്നെ വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വീട്ടില് എന്റെ റൂമിൽ ചെന്ന് ഫാനിട്ട് വിളിക്കുമ്പോ അമ്മ ഇത് ശ്രദ്ധിക്കുന്നു, വയ്യാതെ കിടക്കുവാന്നെങ്കിലും. അപ്പൊ അമ്മ ചോദിക്കും നീ ആരെ ഇങ്ങനെ വിളിക്കുന്നു? അപ്പൊ ഇതിനു വേണ്ടി അമ്മ എന്നെ അടിച്ചിട്ടുമുണ്ട്, ഒരുപാട് അടി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാര്യങ്ങൾ അപ്പോഴും തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയുള്ള ഒരു മനുഷ്യൻ അയാള് നിങ്ങളെ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? മാഡം, പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറയാൻ ഞാൻ എന്റെ ഒരു പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോ അയാൾക്ക് പ്രോത്സാഹന രീതിയിൽ ഒരു വാക്കെങ്കിലും ഒരു മൂളലെങ്കിലും കേട്ടില്ല, പുരുഷൻ വിളിക്കത്തില്ല. സത്യം മാഡം, ഞാൻ ചീത്തയൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം മുന്നോട്ട് മുന്നോട്ട് പോണ്ടെന്ന് പറഞ്ഞോണ്ട് ദിവസം വിളിക്കൂ. ഇല്ല, അങ്ങനെയല്ല. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അവസാനം പറഞ്ഞ് ആദ്യത്തെ കോളിൽ തന്നെ പറയേണ്ട കാര്യം മാറ്റർ തീർന്നില്ലേ? പിന്നെ പിറ്റേ ദിവസം വയ്യാതിരിക്കുന്ന നമ്മ വിളിച്ച് നീ ആരുമായിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നവരെ വർത്താനം പറയുന്നത് ഇതാണോ? നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് പറയാൻ അങ്ങനെയല്ല. ജീവിതകാര്യം എന്തോ അന്യരുത്തനുമായിട്ട് എന്തോ ജീവിതകാര്യം. അർദ്ധരാത്രിയില് രാഹുൽ വിളിച്ചപ്പോ നിങ്ങൾ മേന വിളിക്കരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇദ്ദേഹം വിളിച്ചപ്പോ അതുപോലെ പറഞ്ഞില്ല? അല്ല, രാഹുൽ വിളിച്ചപ്പം അതൊക്കെ പറയുന്നല്ലേ വേണം നമ്മളോട്. രാഹുൽ വിളിച്ചപ്പോ നീ വെക്കരുതെന്ന് പറഞ്ഞ് വെച്ച ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇയാളെ കൊടുക്കുവോ ആ മനുഷ്യൻ? അല്ല, കൊടുക്കത്തില്ല ഒരിക്കലും. അല്ലപടി കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പുരുഷൻ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പം ചെയ്യുന്നതിനൊക്കെ അർത്ഥം എന്താണെന്ന് അതിങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും അങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ. സർവ്വ പെണ്ണുങ്ങൾക്ക് മോശമല്ലേ അത്? വേറൊരു സ്ത്രീയുടെ ഭർത്താവ് അല്ലാതെ ഒരുത്തരാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ജീവിതം കിട്ടുമോ എന്ന് വിചാരിച്ചൊരു സ്ത്രീ സംസാരിക്കും, നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ഇദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തും, അതൊക്കെ വരും. ഒരു സ്ത്രീ ഭാര്യയായിട്ടുണ്ട്, അങ്ങനെ ഒരുത്തനെ വിളിക്കുന്നു, ഭഗവാനെ ശരിയാണോ? ആ പെണ്ണ് എന്തോ ആയിരിക്കും, ഒന്നും ചിന്തിച്ചില്ല. നിങ്ങൾ 2ാമത്തെ ദിവസം ഫോൺ കണ്ട് തന്നെ വിളിക്കരുത്. നിങ്ങൾക്കൊരു ഭാര്യയുള്ള പുരുഷനാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ശരിക്കൊരു കുഞ്ഞുണ്ട്, നിങ്ങൾ നന്നായിട്ട് ജീവിച്ചു പോരുന്നുണ്ട്, എന്നെ മേലെ വിളിക്കരുതെന്ന് പറയാൻ പോലീസ് കംപ്ലൈന്റ് പ്രാവശ്യം എന്താന്ന് വെച്ചാൽ എതിർത്ത് എന്റെ കൂടെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി മേലെ നിങ്ങൾ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അത് നിങ്ങളോട് എതിർത്ത് സംസാരിച്ചപ്പം ആ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അത് പിന്നെ നിങ്ങൾ ചുക്കുളിയൊക്കെ പറഞ്ഞ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് ആദ്യമായിട്ടൊരു പുരുഷൻ സംസാരിച്ചു ഇതാന്ന് പറഞ്ഞു, പിറ്റേന്ന് ഓൻ വിളിക്കുമ്പോൾ ഇയാളോടല്ലോടോ പറഞ്ഞേ ഇന്നലെ താനെന്തോ ഇന്നും വിളിക്കുന്നേ എന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് ഒത്തില്ലയോ? പിന്നെ വിളിക്കുവോ അയാള്? വിളിക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങളാണ് ഇതിലെ ക്രിമിനൽ. നന്നായിട്ട് സ്നേഹമായിട്ട് താമസിക്കുന്നൊരു കുടുംബം. ഈ ഡോക്ടേഴ്സിനെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കൊച്ചുങ്ങളുണ്ടാകുന്ന ഒരു വിഷയമേ അല്ല. അവനവന്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും ഉതകുന്നുണ്ടോ? അവനവന് തന്നെ ജനിച്ചത് ഒന്നുമില്ല. അത് രണ്ടുപേരും കൂടെ പോയി ടെസ്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ഏതൊക്കെ ട്രീറ്റ്മെന്റ് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതവർക്ക് നടക്കുമായിരുന്നു നല്ല രീതിയിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ന്യായം തോന്നുന്നുണ്ടോ ശിവകുമാർ? എന്തെങ്കിലും തരത്തിൽ ഈ ചെയ്തത് ആ സ്ത്രീയുടെ ഭർത്താവിനെ നിയമപരമായിട്ട് അവർ വേർപെടുത്തിയിട്ടേ ഇല്ല. ഒരു കൊട്ടാരക്കര കോടതി ചെന്ന് ജഡ്ജിയുടെ മുമ്പിൽ മറ്റേ ആള് പറഞ്ഞു ചെലവിന് തരാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വേണ്ട, ചെലവിന് തരണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പം അവരുടെ കയ്യിലുള്ള തെളിവ് ആകെപ്പാടെ. ഇത് നാട്ടുനടപ്പ് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ നിങ്ങൾ അവരുമായിട്ടൊക്കെ താമസിച്ചു, എന്നിട്ട് ആ സ്ത്രീയായിട്ട് ഇങ്ങനെ പെടാപ്പെടും. ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ശരിയാണോ വിശ്വകുമാർ? നിങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ചേച്ച് നിയമപ്രകാരം ഉപേക്ഷിച്ചേച്ച് എന്തായി അവരുടെ കൂടെ പോകാമായിരുന്നല്ലോ. അവരുടെയോ മറ്റാരുടെയും കൂടെ കോടതിയിൽ കിടക്കല്ലോ. കോടതി കിടക്കാന്നോ? കോടതി കിടന്നാ പോരല്ലോ. നിങ്ങൾ സമുദായം അറിഞ്ഞ് നിയമം അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ ഇത്. അവരെ ഉപേക്ഷിച്ചേച്ച് വേണമെങ്കിൽ വേറൊരാൾ കല്യാണം കഴിക്കാം. അതും വേറൊരാളുടെ ഭാര്യയാ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അത് തെറ്റ്. നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിക്കാതെ ഡൈവോഴ്സ് ചെയ്യാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് തെറ്റ്. ആ സ്ത്രീയുടെ നിയമപരമായിട്ടൊന്നും നടത്തിയില്ലെന്ന് തോന്നുന്നു. അതിനെ പറ്റി ഒന്നും പറയാനും അവര് നിയമപരമായിട്ട് ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അവർക്കത് പറയാനും പറഞ്ഞുകൂടാ. ഏതോ ഒരു കേസിനായിട്ട് കൊട്ടാരക്കര കോടതി പോയി, അത്രേ അവർക്കറിയാവൂ. നമ്മളിങ്ങനെ പറയുന്ന ഒന്നും വിചാരിക്കരുതേ സിന്ധു. നിങ്ങളുടെ ആൾക്കാരെങ്കിലും വന്നിട്ടുണ്ടോ? നാത്തൂൻ വന്നിട്ടുണ്ട്, ചേട്ടന്റെ അമ്മ വന്നിട്ടുണ്ട്. നാത്തൂനെ വേണമെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു.
പിന്നെ അല്ലാതെ 4 പ്രാവശ്യം ദീപ എന്റെ വീട്ടിൽ വന്ന്, ഒരു പ്രാവശ്യം ഞാൻ ഉള്ളപ്പം വന്ന്, അല്ലാതെ 4 പ്രാവശ്യം വന്ന്. അപ്പൊ ഈ ഒരു പ്രാവശ്യം വന്നപ്പം ഞാൻ പറയുന്നോട് മാഡം ഒന്നും പറയരുത്. അപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു വന്നതും പോയതും എല്ലാം പോയിട്ട് നമുക്ക് 2 പേർ കൂടെ ഒന്നിച്ച് ജീവിക്കാം. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവല്ലേ ആ സ്ത്രീയുടെ ഗതികേട്, പിന്നെ സ്ത്രീയുടെ ഗതികേടാണ്. ഇയാള് എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നു, ഡോക്ടർമാര് പറയുന്നു. ഇയാള് എനിക്ക് അയാളെ വേണമെന്നുള്ളൊരു സ്ത്രീയുടെ ഗതികേടാണ്. ഏത് സ്ത്രീ ചോദിക്കും? ഏത് വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന സ്ത്രീ പോലും ഭർത്താവിനെ പങ്കുവെക്കാൻ തയ്യാറാവില്ല. അതുപോലെ തയ്യാറായ സ്ത്രീയാണ്. തലയിൽ ഇടി വീഴും. അതിനുശേഷം കടയ്ക്ക് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കേസ് കൊടുത്തപ്പോ അവിടെ ഞങ്ങളെ എല്ലാരെയും വിളിച്ചപ്പം ചോദിച്ച് 2 പേരെയും കൂടെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് 2 പേരെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ദീപ കടയ്ക്ക് സ്റ്റേഷനിൽ SI ചോദിച്ചു. അപ്പൊ ദീപ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് എഴുതി ഒപ്പിടിയിപ്പിച്ച് ഇന്ന് മുതൽ ഞാൻ സിന്ധുവിന്റെ കൂടെ താമസിക്കുന്നതെന്നും പറഞ്ഞ് അന്ന് മുതൽ എന്റെ വീട്ടിലാ താമസിക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെന്തിനാ പറഞ്ഞേ? ഇല്ല മേഡം, ആദ്യം ഞാൻ ചോദിച്ചതാ. അന്ന് ഇവരെന്നെ പുറം കാലിനോട് ചവിട്ടി കളഞ്ഞു. പിന്നെ എനിക്ക് ഇനി പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് തന്നെ. ആദ്യം ഞാൻ എന്റെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ അണ്ണ എന്നെ കൂടെ നോക്കാൻ. പോലീസുകാർക്ക് അങ്ങനെ ഒരു ഉപാധി വെക്കാൻ ഒക്കുമോ? പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ഒന്നും എഴുതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ല, അവരെ ഒരു മധ്യസ്ഥം പോലെ പോട്ടെന്ന് വിചാരിച്ചു. അല്ല മാഡം, അപ്പൊ ലിവിങ് ടുഗദർ